സർവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉഗ്രവാസനാമൂർത്തികൾ സർവർക്കും നന്മകൾ വരുത്താൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രം അത്യുത്തമമായ കാര്യങ്ങളാണ് മൂർത്തികൾ പറയുന്നത്. പുരുഷന് ഗജകേസരി യോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഗജകേസരി യോഗം എന്ന് പറയുന്നത് അതിശക്തമായ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ ഇരുന്നാൽ ഒരിക്കലും അതുണ്ടാവില്ല. നിങ്ങളും കൂടി പ്രയത്നിക്കണം. ഭഗവാൻ നിങ്ങൾക്ക് വഴികൾ കാട്ടിത്തരുന്നു, നിങ്ങൾ അതുവഴി പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നു. നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മൂർത്തികൾ പറയുന്നത് ഇങ്ങനെയാണ്: വിശാഖം നക്ഷത്രത്തിലെ പുരുഷന്മാർ ഏകദേശം 27 വയസ്സ് മുതൽ തുടർന്നങ്ങോട്ട് സർവദാ എപ്പോഴും സൗഭാഗ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ആ യാത്രയിൽ 45-ാമത്തെ വയസ്സ് മുതൽ ഏകദേശം 51 വയസ്സ് വരെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതായത് അതുവരെ സമ്പാദിച്ചിരുന്ന സമ്പാദ്യങ്ങൾ കുറയുന്ന ഭാഗം വരും. നിങ്ങളൊരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു കലാകാരനാണ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിലൊരു ഇടിവ് വരും, ഒരു പരാജയങ്ങൾ നിങ്ങൾ നേടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിശക്തമായി പ്രാർത്ഥനകൾ നടത്തുക, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുക, വഴിപാടുകൾ നടത്തുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് അതിനൊരു പരിഹാരമെന്ന് പറയുന്നത്. ശത്രുദോഷം അതിശക്തമായ രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ കാലയളവുകളിൽ. അതായത് 45 വയസ്സ് മുതൽ നിങ്ങളെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുക എന്ന് മനസ്സുദ്ദേശത്തോടുകൂടിയായിരിക്കും അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 51 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകും. സൂക്ഷിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗം പിടിപെടും. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടുക ആദ്യമേ തന്നെ. ഇനി സ്ത്രീകൾക്കാണെങ്കിലും നല്ല ഉയർച്ചയും നല്ല ജീവിതവും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. 23 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സ് പ്രായത്തോട് നിൽക്കുന്ന സ്ത്രീകൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, തൊഴിൽപരമായി ജീവിതോപാധിക്ക് വേണ്ടി വിദേശത്ത് പോകാൻ നിൽക്കുന്ന പെൺകുട്ടികളോ അല്ലെങ്കിൽ പഠന ആവശ്യത്തിനായി പോയി നിൽക്കുന്നവരിലും ഉറപ്പായിട്ടും അവരുടെ യാത്ര ഉടനെ നടക്കും. മുഖ്യമായും മൂർത്തികൾ പറയുന്നത് തൊഴിൽ സംബന്ധിച്ചാണ്. ആ തൊഴിൽ സംബന്ധിച്ചുള്ള യാത്രയിൽ ഒരുപാട് ഉയർച്ചകളും ഒരുപാട് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: സൗഹൃദങ്ങൾ നല്ലതാണ്, എല്ലാവരെയും ഒരു കൈപ്പാടകലത്തിൽ നിർത്താൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ ചതുവിൽപ്പെടും, പോലീസ് കേസ് ഉണ്ടാവും. പുരുഷന്മാരുടെ കാര്യമല്ല പറയുന്നത്, സ്ത്രീകളുടെ കാര്യം. താൻ അറിയാത്ത തെറ്റ് തൻ്റെ മേൽ ആരോപിക്കപ്പെടുകയും തനിക്കത് തെളിയിക്കാൻ പറ്റാതാവുകയും അങ്ങനെയാണ് പോലീസ് കേസ് ഉണ്ടാവുന്നത്. ഇത്രയും ഈ ശുഭകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം അങ്ങ് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നു. ഒരിക്കലുമില്ല. മൂർത്തികൾ പറയുന്ന വാചകം ഇതാണ്: ഈ വിശാഖം നക്ഷത്രത്തിലുള്ള ഈ പ്രായം, ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രായത്തിലുള്ള പുരുഷനായാലും സ്ത്രീയായാലും കുടുംബക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക എന്നാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വെറുതെ പോയാൽ പോരാ. കുടുംബക്ഷേത്രത്തിൽ
അവിടെ ദീപം തെളിയിക്കാനുള്ള എണ്ണ, വിളക്കത്തിരി ഇതെല്ലാം വാങ്ങിക്കൊടുക്കണം. നിങ്ങളുടെ കുടുംബക്ഷേത്ര ശക്തിക്ക് എന്താണോ ഇഷ്ടം ആ പൂജകൾ, ആ കർമ്മങ്ങൾ നിങ്ങൾ നടത്തി കൊടുക്കണം. അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഏത് കഷ്ടതയിലും നിങ്ങൾക്കൊരു കൈത്താങ് അവിടെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കുണ്ടാവുന്ന സൗഭാഗ്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. ഇപ്പോൾ മൂർത്തികൾ പറയുന്നു, 19 വയസ്സ് പ്രായത്തിൽ ഉള്ള പെൺകുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിൽ അവർ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സർപ്പക്ഷേത്രത്തിൽ, സർപ്പക്കാവിൽ അടിയന്തരമായി പോകേണ്ടതാണ്. പോകണം. പോയി അവിടുത്തെ വഴിപാട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയോ പാലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അവരിൽ നിന്ന് അനുഗ്രഹം മേടിക്കണമെന്നാണ് മൂർത്തികൾ പറയുന്നത്. എങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരികയും ആ തടസ്സത്തെ മാറി നിങ്ങൾക്ക് മുന്നോട്ട് വിജയകരമായി പോകുന്നതിനും തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.